ഞാൻ പിച്ച വെച്ച് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഏട്ടാ. ഏട്ടൻ്റെ എത്ര ആകുമ്പോ ഞാൻ ഓസ്കാർ വാങ്ങിക്കും, ഓസ്കാർ. ഈ ഒരു ഡയലോഗ് പൃഥ്വിരാജ് പോക്കിരി രാജ എന്ന് പറഞ്ഞ സിനിമയിൽ മമ്മൂട്ടിനോട് പറഞ്ഞ ഡയലോഗാണ്. അന്ന് ആ ഒരു പറഞ്ഞ കാര്യം അത് ഒരു സിനിമയിൽ ആൾ പറഞ്ഞ രീതിയിലേക്ക് എത്തി നിൽക്കുന്ന പോലെയാണ്. ഈ ആടുജീവിതം എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ എനിക്ക് മൊത്തത്തിൽ തോന്നുന്നത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഒരു സിനിമ നജീബ് എന്ന് പറഞ്ഞ ആ മനുഷ്യൻ്റെ ആ ഒരു ജീവിതത്തെ ബേസ് ചെയ്തത് ആടുജീവിതം എന്ന് പറഞ്ഞ നോവലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു സിനിമകൾക്ക് വരുമ്പോൾ ആ ബുക്കിൽ നിന്ന് ചിലത് ഒഴിവാക്കിയിട്ടുണ്ട്, ചിലത് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സിനിമാറ്റിക് വേർഷനാണ് ആടുജീവിതം. ഒരു 2.25 മണിക്കൂർ ദൈർഘ്യമുള്ള. അപ്പോൾ ഇതിനെ ഒരു ചെറിയ രീതി പറയുകയാണെങ്കിൽ ഈ സിനിമ എന്താ പറയുക, അതിഗംഭീരം എന്ന് പറയാം. അങ്ങനത്തെ രീതിയിൽ അത് മേക്ക് ചെയ്തിട്ടുണ്ട്. അതിലെങ്കിൽ ആദ്യം എടുത്ത് പറയേണ്ട ബ്ലെസ്സി എന്ന് പറയുന്ന സംവിധായകൻ്റെ തന്നെ. കാരണം 16 വർഷത്തോളം ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും ഇങ്ങനെ മൂന്നിനും വേണ്ടിയിട്ട് അത്രയും സമയം ആൾ സ്പെൻഡ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ഇന്നിപ്പോൾ 28-ാം തീയതി ഇറങ്ങിയത്. അത്രയും വർഷത്തെ ആ ഒരു പ്രൊഡക്ഷനും ഇത്രയും 16 വർഷമൊക്കെ എനിക്കറിയാൻ പാടില്ല മലയാളത്തിൽ വേറെ ഏതെങ്കിലും സിനിമയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചിലവഴിച്ചിട്ടുണ്ടെന്ന്. ആ ഒരു രീതിയിൽ ബ്ലെസ്സിയുടെ ആ ഒരു കഴിവ്. പിന്നെ അതുകൂടാതെ പൃഥ്വിരാജിനെ എനിക്ക് എടുത്ത് പറയാതെ പോയി. കാരണം ഇതിൽ നജീബ് എന്ന് പറഞ്ഞ ക്യാരക്ടർ പല സാഹചര്യത്തിൽ പല രീതിയിലുള്ള ഫിസിക്കൽ അപ്പിയറൻസിൽ കൂടി ഇങ്ങനെ പോകുന്നുണ്ട്. അതായത് ചില സമയത്ത് അത് തുടങ്ങുന്ന ടൈമിലൊക്കെ അത്യാവശ്യം ഫാറ്റ് ചെയ്ത് വരുന്ന ഒരു മനുഷ്യൻ പിന്നെ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും ആളുടെ കോലം കാണണം. ആ രീതിയിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുമ്പോൾ പിന്നെ അത് മാത്രമല്ല, അതായത് ശരീരം ശോഷിക്കാൻ വേണ്ടിയ എന്ന് മാത്രമല്ല, സ്വാഭാവികമായിട്ടും ചില സാഹചര്യങ്ങളും വരുമ്പോൾ മാത്രം നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ വരുന്ന ചെറിയ ചുളിവൊക്കെ. അതായത് നമ്മളുടെ ശരീരത്തിൽ അത്രയും വെള്ളത്തിൻ്റെ ഇതൊക്കെ കുറഞ്ഞ് അങ്ങനെ എന്താ പറയുക, ശരിക്കും എന്തോ ഒരു ക്രൈം ചെയ്ത ഒരാളെ ജയിലിൽ അത്രയും നാളിടണം അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവില്ലേ. ആ ഒരു രീതിയിൽ കാണുമ്പോൾ തന്നെ പേടിയായി പോകും. ഇതിൽ ചില ഭാഗത്ത് പൃഥ്വിരാജിനൊക്കെ ചില വേഷങ്ങൾ കാണുമ്പോൾ, അതായത് ആളെ തുടക്കത്തിൽ കാണുന്ന പൃഥ്വിരാജല്ല, നമ്മൾ അവസാനമൊക്കെ എത്തുമ്പോഴേക്കും ഭയങ്കര രീതിയിലുള്ള ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ് നടത്തിയിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിലൊരു സീൻ സെക്കൻഡ് ഹാഫിൽ അവർ വെച്ചിട്ടുമുണ്ട്. അത് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അത് കാണുമ്പോൾ നിങ്ങൾ എന്തായാലും ഞെട്ടിപ്പോവും. പൃഥ്വിരാജ് ഒരു സിനിമയ്ക്ക് വേണ്ടി ഇത്രയും വലിയൊരു എഫേർട്ട് എടുത്തിട്ടില്ല. അതുമാത്രമല്ല, അത് ആ സീൻ എങ്ങനത്തെ സീനാന്ന് തമിഴിൽ നമ്മളുടെ കമലഹാസനൊക്കെ അതൊരു സാധനം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സീൻ അത് പൃഥ്വിരാജിനെ എടുത്ത് പറയാതെ വയ്യ. ആ ഒരു നജീബിൻ്റെ ക്യാരക്ടർ അത്രയും ഗംഭീരമായിട്ട് ആൾ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഓസ്കാറിലൊന്നും നിൽക്കുമെന്ന് തോന്നുന്നില്ല, അങ്ങനത്തെ രീതിയിൽ ആൾ പ്രസൻറ്റ് ചെയ്തു. പിന്നെ ആ ഒരു സിനിമ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിലും ഒരു ആടുജീവിതം എന്ന് പറഞ്ഞാൽ ആ നോവലിനെ അത് സിനിമ ആക്കി വന്നപ്പോൾ അധികം മടുപ്പിക്കാത്ത രീതിയിൽ തന്നെ നമ്മളെ എൻഗേജ് ചെയ്തിരുത്താൻ സിനിമക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ ചില ഭാഗങ്ങളിൽ ആ ഒരു കഥയുടെ ആ ഒരു ഇടച്ചിലുണ്ടാവും. പക്ഷേ അത് ആ ഒരു സിനിമ എനിക്ക് തെറ്റു പറയാൻ പറ്റില്ല, കാരണം അതിൻ്റെ സ്വഭാവം അതാണ്. പിന്നെ ഇതിനെ മാറ്റിയിട്ട് ഇനി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് വരാണെങ്കിൽ പോലും ഇതിൻ്റെ ഓരോരോ ഡിപ്പാർട്ട്മെൻറ്റ് അവരെ ഏറ്റവും ആ ഒരു ഫീൽഡിലെ ഏറ്റവും ബെസ്റ്റ് ആളാരാണ് അവരെനിക്ക് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മ്യൂസിക് ആണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വൺ ഓഫ് ദ ബെസ്റ്റ് മ്യൂസിഷ്യനാണ് എ ആർ റഹ്മാൻ ആൾക്ക് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ എഡിറ്റ് ആണെങ്കിൽ ശ്രീകപ്രസാദ് RRR എഡിറ്റ് ചെയ്ത് പുള്ളിക്കാണ് എഡിറ്റിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഇതിലിപ്പോൾ VFX ഒക്കെ ഗംഭീരമായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറേ കഴുകിൻ്റെ സിനിമ ട്രെയിലറിലൊക്കെ കണ്ടിട്ടുണ്ടാകും. അതുമാതിരി ഓരോരോ സീൻസും VFX ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ഓരോരോ പോർഷൻസും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ബജറ്റുണ്ട്. ഇവർ എത്ര ബജറ്റ് ഇതിൻ്റെ റിവീൽ ചെയ്തില്ലെങ്കിൽ പോലും അങ്ങനത്തെ രീതി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പൃഥ്വിരാജിൻ്റെ ഒരു എന്താ പറയുക, ആ സ്ഥലത്ത് എത്തുമ്പോൾ നജീബിൻ്റെ കൂടെ വരുന്ന ആ ഒരു ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ള എനിക്ക് ആളുടെ പേരറിയില്ല, ആരഭിനയിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ആൾ ഗംഭീരമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ എന്തുകൊണ്ടും ഒരു തിയേറ്ററിൽ പോയി എന്തായാലും നിങ്ങൾ കണ്ടിരിക്കുന്ന സിനിമ. കാരണം ഇത് തിയേറ്ററിൽ കാണാതിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടപ്പെടുന്നത്. OTT-ലൊന്നും പോയിട്ടുണ്ടെങ്കിൽ ഇവർ ഇത്രയും അതായത് 2018 മറ്റാണ് ഇതിൻ്റെ ഷൂട്ട് തുടങ്ങുന്നത്. പക്ഷെ അതിന് എത്രയോ വർഷം മുമ്പ് ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞാണ് കുറേ വർഷത്തെ ഷൂട്ട്. അതിനിടയിൽ കോവിഡ് വന്ന് കോവിഡിൻ്റെ അവിടെ അവർ പെട്ട്, അതായത് സ്റ്റക്കായി പോയി ശരിക്കും പറഞ്ഞാൽ അവർക്ക് നാട്ടിൽ വരാൻ പറ്റാത്ത അവസ്ഥയായി. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ശരിക്കും അതിൻ്റെ ക്രെഡിറ്റ് സീനിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതായത് ആ ഒരു സമയത്ത് ഇടപെട്ട നമ്മളുടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇങ്ങനെ ക്രെഡിറ്റ്സ് അവർ സ്മരിക്കുന്നുണ്ട്. അങ്ങനത്തെ രീതിയിൽ ഒരു സിനിമയായിട്ട് വന്നപ്പോൾ അത് ഗംഭീരമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു 2.25 മണിക്കൂർ അടിപൊളിയായിട്ട് കണ്ടിരിക്കാൻ പറ്റും. കറക്റ്റ് നജീബിൻ്റെ ക്യാരക്ടറും അതെല്ലാം പൃഥ്വിരാജിന് നല്ലപോലെ തന്നെ പോർട്രേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മിക്കവാറും ഇപ്രാവശ്യത്തെ നാഷണൽ അവാർഡ് പുള്ളിക്ക് തന്നെ കിട്ടും. കാരണം ഇത് 2023 സെൻസർ ചെയ്തിരിക്കുന്ന സിനിമയാണ്. ഒരു അവാർഡ് എന്ന് പറയുമ്പോൾ അത് സെൻസർ ചെയ്ത വർഷത്തെ ബേസ് ചെയ്തിട്ടാണ് പറയുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 2023 അവാർഡായിരിക്കും ഈ വർഷം നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കുക. അങ്ങനെ വരുമ്പോൾ ആടുജീവിതം സാധ്യത കൂടുതലാണ്. കാരണം അത്രയും ഗംഭീരമായിട്ടുള്ളൊരു
പെർഫോമൻസ് പൃഥ്വിരാജിൻ്റെ ഭാഗത്തുനിന്ന് കാഴ്ചവെച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. പൃഥ്വിരാജിൻ്റെ സൈഡ് ആൾ 100% കൊടുത്തിട്ടുണ്ട്. പിന്നെ അമല പോൾ ആളുടെ ആ ഒരു സപ്പോർട്ടിങ് ക്യാരക്ടർ നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടും ഒരു തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട സിനിമയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാം. വേറെ കൂടുതലൊന്നും പറയാനില്ല. എന്ത് പറഞ്ഞാലും സ്പോയിലറായി പോകുന്ന അവസ്ഥയാണ്. അത് ഭയങ്കര എന്താ പറയുക, ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ടുള്ള സിനിമ ഒന്നല്ല. അതൊന്നും പ്രതീക്ഷ ഒന്നും പോകരുത്. വെറുതെ ഡിസപ്പോയിൻമെൻ്റ് ആവുള്ളൂ. കാരണം ആ ഒരു സിനിമയുടെ കഥാപശ്ചാത്തലം, അതിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായിട്ട് സിനിമനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് ഞങ്ങൾക്ക് ഇതേ വേണമെന്ന് ഇങ്ങനെ വാശി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ആ സിനിമക്ക് അതേ തരാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ സ്വഭാവം അതാണ്. അതങ്ങനത്തെ രീതിയിൽ തന്നെ ആസ്വദിക്കാനും നിങ്ങൾ ശ്രമിക്കണം. അതല്ലാതെ ഇപ്പോഴത്തെ കാണുന്ന സിനിമകളുടെ ട്രെൻഡ് അനുസരിച്ച് അതിൻ്റെ എഡിറ്റിംഗ് ശൈലിയാണെങ്കിലും അവതരണ ശൈലിയാണെങ്കിലും അതുപോലെയല്ല. ഇതൊരു ബ്ലസ്സി സിനിമ, അതായത് ബ്ലസ്സിയുടെ മുമ്പത്തെ സിനിമകളൊക്കെ കണ്ടിട്ടില്ലേ? അതായത് എനിക്ക് ബ്ലസ്സിയുടെ കളിവണ്ണം ഒഴിച്ച് ബാക്കി എല്ലാ സിനിമയും ഭയങ്കര ഇഷ്ടമാണ്. അതിൽ ഈ ആടുജീവിതമാണെങ്കിൽ പോലും അത് ഗംഭീരമായിട്ട് ബ്ലസ്സി ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം കൊണ്ടും ഞാൻ പക്ഷെ ഇത് ആലോചിച്ച് ശരിക്കും അതല്ല, അതിൽ ഓരോ സിറ്റുവേഷനും വരുമ്പോൾ നമുക്കതിൻ്റെ ട്രോമയിൽ നിന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. പ്രത്യേകിച്ച് ഇതിൻ്റെ ഫസ്റ്റ് ഹാഫൊക്കെ കഴിഞ്ഞ സമയത്തേ ഇതിൽ പൃഥ്വിരാജ് ഇങ്ങനെ വെള്ളം കുടിക്കാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്ന കുറേ സീൻസ് ഉണ്ട്. അത് കാണുമ്പോൾ നമുക്ക് തൊണ്ട വരണ്ടിട്ട് നമുക്ക് വെള്ളം കുടിക്കാൻ തോന്നും ആ ഇൻട്രോയിലൊക്കെ ആകുമ്പോഴേക്കും. അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ശരിക്കും ഞാൻ ആലോചിച്ച് പോയി. ഇത് ഒരു മനുഷ്യൻ അനുഭവിച്ചൊരു സംഭവമാണല്ലോ ഇത് സിനിമയിൽ വന്നത്. സമ്മതിക്കാതെ വയ്യ. ഇതൊക്കെ അനുഭവിച്ച നജീബ് എന്ന് പറഞ്ഞ യഥാർത്ഥ നജീബിനെ, അത് സിനിമയായിട്ട് നജീബിനെ അവതരിപ്പിച്ച പൃഥ്വിരാജിനെയും പിന്നെ അതുപോലെ തന്നെ ഇത് സിനിമയാക്കാൻ കാണിച്ച ഇത്രയും വലിയ എഫേർട്ട് എടുത്ത ബ്ലസ്സി എന്ന് പറഞ്ഞ സംവിധായകനെ, ഇവർ 3 ആളാണ് ഇതിൻ്റെ കീ ഫാക്ടേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അതിഗംഭീരമായ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാം. മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം മിസ്സാണ്, വേറെ ഒന്നും പറയാനില്ല.